നമസ്തേ. നമ്മൾ ഈ ICSE ക്ലാസ് 10 ജാവ പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലെ ഡക്ക് നമ്പർ പ്രോഗ്രാമാണ് പറഞ്ഞു. ഈ ഡക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ 10203 10203 എന്ന് പറയുന്ന ഡക്ക് നമ്പറാണ്. ഇടയ്ക്ക് 0 ഉണ്ട്. 2003 ഇടയ്ക്ക് 0 ഉണ്ട്, ഡക്ക് നമ്പറാണ്. 104 ഇടയ്ക്ക് 0 ഉണ്ട്, ഡക്ക് നമ്പർ. പക്ഷെ തുടങ്ങുന്ന 0 ആകാൻ പാടില്ല. അതാണ് എ ഡക്ക് നമ്പർ ഈസ് എ പോസിറ്റീവ് നമ്പർ that contains 10203 0 ഉണ്ട്, but does not start with it. ഈ 023 സ്റ്റാർട്ട് ചെയ്യുന്ന 0 ഇല്ല, 0012 സ്റ്റാർട്ട് ചെയ്യുന്ന 0 ഇല്ല, 0123 സ്റ്റാർട്ട് ചെയ്യുന്ന 0 ഇല്ല. അപ്പൊ അത് പറ്റില്ല. ഉള്ളത് പക്ഷെ തുടങ്ങുന്ന അങ്ങനെ ആകരുത്. അപ്പൊ 10203 ഡക്ക് നമ്പറാ, 023 ഡക്ക് നമ്പർ അല്ല, തുടങ്ങുന്ന 0 ആയിരുന്നു. അപ്പോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എൻ്റെ നമ്പർ പേര് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോ നമുക്ക് പ്രോഗ്രാം തുടങ്ങാം. ഈ പ്രോഗ്രാമിൽ ആദ്യത്തെ ലൈൻ ഇമ്പോർട്ട് ജാവ യൂട്ടിൽ സ്കാനർ എന്ന് പറഞ്ഞതാണ്. അതെന്താന്ന് ചോദിച്ചാ, ആ യൂട്ടിൽ പാക്കേജിലെ സ്കാനർ എന്ന് പറഞ്ഞ ആ ബിൽറ്റ് ഇൻ ക്ലാസ് നമുക്ക് വേണം. എന്തിനാ? നമ്മളിവിടെ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് നമ്പർ എടുക്കാനുണ്ട്. അപ്പോ ആ ഒരു ഭാഗം മാത്രം നമ്മൾ നോക്കുക. ആ ഭാഗം മാത്രം. ആ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ മാത്രം നമ്മൾ നോക്കുക. ഇതില് നമ്മൾ നേരത്തെ സ്കാനറിന്റെ കാര്യം പറഞ്ഞു. അതിലെ ക്യാപിറ്റൽ എസ് സ്കാനറും സ്മോൾ എസ് സ്കാനറും ഡിഫറെന്റ്. രണ്ടിന്റെ സ്പെല്ലിംഗ് ഒന്നാ, പക്ഷെ ഡിഫറെന്റാ. ഒന്ന് ക്ലാസ്സും മറ്റൊന്ന് ഓബ്ജക്റ്റുമാണ്. അതിന്റെ സിന്റാക്സ് ശ്രദ്ധിക്കുക. ക്ലാസ് ഓബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ എന്ന് പറഞ്ഞ കീവേഡ്. വീണ്ടും ആ സ്കാനർ എന്നുള്ള ക്ലാസിന്റെ പേര് വരുന്നതുകൊണ്ട് നമുക്ക് അത് കൺസ്ട്രക്ടർ സിസ്റ്റം അതിനകത്ത് കൺസ്ട്രക്ടർ പാരാമീറ്റേഴ്സ് ആയിട്ട് പോകും. ഇവിടെ സ്കാനർ എന്നുള്ള ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്തതല്ല, യൂസർ ഡിഫൈൻ ചെയ്തതല്ല, യൂട്ടിൽ പാക്കേജ് നമ്മൾ കൊണ്ടുവന്നതാണ്. ഇവിടെ സിസ്റ്റം ഔട്ട് പ്രിന്റ് എന്റർ നമ്പർ എന്ന് പറഞ്ഞാൽ അത് അതുപോലെ സ്ക്രീനിൽ കാണിക്കും റൺ ആകുമ്പോൾ. ആ സ്കാനർ എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിൽ നിന്ന് ഓബ്ജക്റ്റ് ഡോട്ട് മെത്തേഡ് നെയിം ആണല്ലോ സിന്റാക്സ്. അപ്പൊ ആ ബിൽറ്റ് ഇൻ ക്ലാസ്സിലെ ഓബ്ജക്റ്റ് ആയിട്ടുള്ള സ്കാനർ ഡോട്ട് നെക്സ്റ്റ് ഇന്റിജർ എന്ന് പറഞ്ഞ മെത്തേഡ് വിളിക്കുമ്പോൾ അത് സ്ക്രീനിൽ നിന്ന് ഡേറ്റ എടുത്ത്, കൺസോളിൽ നിന്ന് ഡേറ്റ എടുത്ത്, റൺ ചെയ്യുമ്പോൾ ഡേറ്റ എടുത്ത് നമ്പർ എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ. ഇതാണ് ആ 3 ലൈൻ ചെയ്യുന്നത്. ഇവിടെ ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതില് ഡക്ക് നമ്പർ ഈസ് ഡക്ക് നമ്പർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിലേക്ക് നമ്മൾ കിട്ടിയ നമ്പർ പാസ് ചെയ്ത് കൊടുക്കും. ആ മെത്തേഡ് നമ്മളോട് പറയാതെ ഡക്ക് നമ്പർ ആണോ അല്ല. ആ ഈസ് ഡക്ക് നമ്പർ എന്നുള്ള മെത്തേഡ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തില്ല, അത് വരും, നമുക്ക് തൊട്ടടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങോട്ടേക്ക് പാസ് ചെയ്യുമ്പോൾ അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയും. ട്രൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇഫ് പാർട്ട് പ്രിന്റ് ചെയ്യും. ഫാൾസ് ആണെങ്കിൽ അത് എൽസ് പാർട്ട് പ്രിന്റ് ചെയ്യും. ഇഫ് പാർട്ട് അത് ട്രൂ ആണെങ്കിൽ ഈസ് ഡക്ക് നമ്പർ, എൽസ് ഫാൾസ് ആണെങ്കിൽ ഇസ് നോട്ട് ഡക്ക് നമ്പർ എന്ന് പറയും. പിന്നെ സ്കാനർ ക്ലോസ്. അത്രയും ഭാഗം മനസ്സിലായി. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ ആ ഫംഗ്ഷന്റെ ഭാഗം. നമ്മളൊരു മെത്തേഡ് എഴുതിയായിരുന്നു. ആ മെത്തേഡിൽ ആ നമ്പർ പാസ് ചെയ്യുമ്പോൾ ആ നമ്പർ നമുക്കറിയാം. ആ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനിൽ നിന്ന് നമുക്ക് നമ്പർ കിട്ടി. ആ നമ്പർ പാസ് ചെയ്തതാണ് ഈസ് ഡക്ക് നമ്പർ എന്ന് പറയുന്ന മെത്തേഡ് എന്ന് നമുക്ക് മനസ്സിലായി. ആ നമ്പർ വരുമ്പോൾ അത് 0യേക്കാൾ താന്നതാണെങ്കിൽ ഫാൾസ് കൊടുക്കും. നമുക്കറിയാം. പിന്നെ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ ഫാൾസ് വരും. അത് പിന്നെ നോട്ട് എ ഡക്ക് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യും നമുക്കറിയാം. അപ്പൊ അത് ഫാൾസ് കൊടുക്കും. അതല്ലെങ്കിൽ താഴോട്ട് വരും പ്രോഗ്രാമിൽ. നമ്മൾ കൊടുത്ത നമ്പർ ടെമ്പ് നമ്പറിൽ സ്റ്റോർ ചെയ്യും ഒരു വേരിയബിളിൽ. ഈ തുടങ്ങുമ്പോഴത്തെ കണ്ടെയ്ൻ 0 എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണത്. അത് ബോളിയൻ ടൈപ്പാണ്. അത്
നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ഇത്, ഈ കണ്ടെയ്ൻ സീറോ എന്നുള്ളത്. ആ കണ്ടെയ്ൻ സീറോ എന്നുള്ളത് ട്രൂ ആകും ഇതിനകത്ത് സീറോ ഉണ്ടെങ്കിൽ. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ഫാൾസ് ആക്കി വെച്ചിരിക്കുക, അത് ബൂളിയൻ ഡേറ്റ ടൈപ്പ്. നമ്മൾ ഇന്റിജർ ഫസ്റ്റ് ഡിജിറ്റ് എന്നുള്ള അത് -1 ആക്കി. ഇങ്ങനെ നമ്മൾ ആ ഫംഗ്ഷൻ തുടങ്ങുന്നത്. ഇതിലെ ഒരു വൈൽ ലൂപ്പ് ഉണ്ട്. ഈ വൈൽ ലൂപ്പ് ഒന്ന് ശ്രദ്ധിക്കുക, അത് ഞാൻ അത് പ്രത്യേകമായിട്ട് താഴെ പറയുന്നുണ്ട്. വൈൽ ടെമ്പ് നം ഗ്രേറ്റർ ദാൻ 0 ഇന്റിജർ ഡിജിറ്റ്, ആദ്യം ഒരു മോഡുലസ് ഓപ്പറേറ്റർ ഉണ്ട്. പിന്നെ ഒരു ഇഫ് ക്ലോസിൽ 0 ആണെന്ന് നോക്കുന്നുണ്ട്. 0 ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടെയ്ൻ 0 എന്നുള്ളത് ട്രൂ ആക്കും. പിന്നെ ആ മോഡുലസിലെ റിമൈൻഡർ കിട്ടിയത് ഫസ്റ്റ് ഡിജിറ്റിൽ സ്റ്റോർ ചെയ്യും. അത് ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈ വൈൽ ലൂപ്പ് ഞാൻ പ്രത്യേകമായിട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് നോക്കാം. 1023 എന്ന് പറഞ്ഞ വൈൽ ലൂപ്പ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയ 1023 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തു. ആ വൈൽ ലൂപ്പിനകത്ത് 1023ന്റെ പെർസെൻറ്റേജ് 10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 വരും അല്ലെ. 1023നെ 10 കൊണ്ടിരിക്കുമ്പോൾ 3 വരും അല്ലെ. അപ്പൊ ആ റിമൈൻഡർ 3, ഫസ്റ്റ് ഡിജിറ്റ് 3. ഞാൻ ഇവിടെ ആ സീറോയിലേക്ക് കയറുന്ന കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ 3 ആയതുകൊണ്ട് സീറോയിൽ കയറില്ലല്ലോ. പിന്നെ 1023 എന്നുള്ളതിനെ 10 കൊണ്ടായിരിക്കും, 10 കൊണ്ടായിരിക്കും. അവിടെ 23 എന്ന് എഴുതി. അത് സോറി, അത് 10 ആണ്. അത് 102 അല്ലെ. പിന്നെ 102 തുടങ്ങി. 102ന്റെ പെർസെൻറ്റേജ് 10 വരുമ്പോ ആ 1023 ഡിവൈഡ് ബൈ 23 എന്നുള്ളത് 1023 ഡിവൈഡ് ബൈ 10 ആണ്. ഇത് തെറ്റിപ്പോയതാ ഈ സംഭവം, ഈ സാധനം തെറ്റ്. അത് 10 ആകും. ഓക്കെ. അതെ, PDF ആയതുകൊണ്ട് തിരുത്താനും പറ്റില്ല. വേർഡ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തിരുത്തായിരുന്നത്. ഇത് PDF ആണ്. അപ്പൊ നമ്മൾ 1023നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 102 വന്നു. 102ന്റെ പെർസെൻറ്റേജ് 10 എടുക്കുമ്പോൾ 2 കിട്ടിയത്. അപ്പൊ അവിടെ വെച്ചിട്ട് അത് 2 വന്നു. പിന്നെ 102നെ 10 കൊണ്ട് ഹരിക്കും, അപ്പൊ 10 കിട്ടും. അപ്പൊ ഇവിടെ നോക്കുക, 10% 10 എന്ന് പറയുന്ന റിമൈൻഡർ 0 അപ്പൊ ആ ഇഫ് ഡിജിറ്റ് ഈക്വൽ ടു 0 എന്നുള്ളത് വന്നു. കണ്ടെയ്ൻ 0 ട്രൂ ആയി. ഫസ്റ്റ് ഡിജിറ്റിൽ 0 വന്നു. അവിടെ അത് വന്നോട് കൂടി ആ 1023 ഡിവൈഡ് ബൈ 23 എന്നുള്ളത് 23 അല്ല 10. നൗ കണ്ടെയ്ൻസ് 0 ഈസ് ട്രൂ എന്നുള്ളത് അത് ട്രൂ ആയി. 0 വന്നതോടുകൂടി ഇത് ട്രൂ ആയി. ഇനി അതിന് താഴെ ഒരു ലൂപ്പും കൂടെ ഉണ്ട്. സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ ആ നമ്മിന്നാണല്ലോ നമുക്ക് വാല്യൂ വരുന്നത്. അത് റിട്ടേൺ നം ഈസ് ഈക്വൽ ടു 0 ആക്കി. അതായത് നമ്മൾ സിംഗിൾ ഡിജിറ്റ് നമ്മളിവിടെ എടുക്കുന്നില്ല. അപ്പോ ആ സിംഗിൾ ഡിജിറ്റ്, അതായത് സിംഗിൾ ഡിജിറ്റിൽ കണ്ടെയ്ൻ 0 എന്ന് പറയുന്നതിനകത്ത് ഇവിടെ ഒരു യുക്തിയില്ല അല്ലെ. 0 നമ്മൾ എടുക്കുന്നില്ല. പിന്നെ 1 മുതൽ 9 വരെയുള്ള സംഖ്യയിൽ 0 ഉണ്ട് എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു യുക്തിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ 0 ആക്കി. ഇനി നമുക്ക് മുകളിലോട്ട് പോകാം. ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് കണ്ടെയ്ൻ 0 ട്രൂ ആകുന്നത് നമ്മൾ കണ്ടു. അതിനോടൊപ്പം ഫസ്റ്റ് ഡിജിറ്റ് നോട്ട് ഈക്വൽ ടു 0 ആകണം. എന്നുവെച്ചാൽ ലീഡിങ് സീറോസും പാടില്ലല്ലോ. അത് അങ്ങനെ ഒരു കണ്ടീഷൻ. അപ്പൊ 2 വാല്യൂ പോകുമ്പോൾ അതൊരു ആൻഡ് ഓപ്പറേറ്റർ ഇട്ട് കണക്ട് ചെയ്ത് രണ്ടും ശരിയാണെങ്കിൽ ട്രൂ ആയിട്ട് പോകും, അല്ലെങ്കിൽ അത് ഫാൾസ് ആയിട്ട് പോകും. അതാണ് ആൻഡ് ഓപ്പറേറ്റർ ചെയ്യുന്ന. അങ്ങനെ ഫസ്റ്റ് ഫോർ എലിമിനേറ്റിംഗ് ഫസ്റ്റ് ഡിജിറ്റ് 0, അതിനാണ് ആ നോട്ട് ഈക്വൽ ടു 0 കൊടുത്തിരിക്കുന്നത്. ആ ലീഡിങ് 0 ഒഴിവാക്കാൻ. നമുക്ക് ആ പ്രോഗ്രാം ഒന്നുകൂടെ നോക്കിയേക്കാം. നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഭാഗം
യൂട്ടിൽ സ്കാനർ കണ്ടു. യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജിന്റെ സ്കാനർ എടുത്തു. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനിൽ ആ സ്കാനറിന്റെ ഓബ്ജക്റ്റ് ഉണ്ടാക്കി, നമ്പർ ചോദിച്ചു, ആ നമ്പറിൽ സ്റ്റോർ ചെയ്തു, നമ്മൾ കണ്ട ഫംഗ്ഷനിലേക്ക് വിളിച്ചു. അവിടെ നിന്ന് അത് ഫാൾസ് ആണെങ്കിൽ ഈസ് നോട്ട് എ ഡക്ക് നമ്പർ എന്ന് പറയും, ട്രൂ ആണെങ്കിൽ ഡക്ക് നമ്പർ എന്ന് പറയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം നം വരുമ്പോൾ അത് ലെസ് ദാൻ 0 ആണോ, അത് ഫാൾസ് റിട്ടേൺ ചെയ്യും, അതോടുകൂടി ഡക്ക് നമ്പർ അല്ല എന്ന് പറയും. പിന്നെ നമ്മൾ 3 വാല്യൂസ്, അതായത് ടെമ്പിനം നമ്മായിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് ബോളിയൻ കണ്ടെയ്ൻ 0, അത് ആ 0 ആണെന്ന് കാണുമ്പോൾ ആ ഫാൾസ് ട്രൂ ആവും. നമ്മൾ അത് ഒരു ഇഫ് ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ട്, ഇഫ് ഡിജിറ്റ് ഈക്വൽ ടു 0. ആ നമ്പർ വലത്തൂന്ന് ഇടത്തോട്ടേക്ക് ഒറ്റ സംഖ്യ നമ്മൾ എടുക്കുമ്പോൾ ഈ ടെമ്പിനം പെർസെൻറ്റേജ് ടെണ്ണെന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്കം നമ്മൾ എടുത്തു, പിന്നെ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ആ ലാസ്റ്റ് ആ ടെമ്പിനം ഡിവൈഡ് ബൈ 10 എന്നൊരു ലൈൻ ഇല്ല, ആ സ്ക്രീനിന്റെ ലാസ്റ്റ് ലൈനിൽ അവിടെ നമ്മൾ ആ നമ്പറിന്റെ ഒരു ഭാഗം കളഞ്ഞു, വലത്തെ അറ്റം കളഞ്ഞു. പിന്നെ നമുക്ക് സെക്കൻഡ് അവസാനത്തുനിന്ന് സെക്കൻഡ് നമ്പർ ഒരെണ്ണം എടുക്കാൻ പറ്റും. അതെടുത്ത് കഴിയുമ്പോൾ പിന്നെ തേർഡ് നമ്പർ എടുക്കാൻ പറ്റും. അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് തേർഡ് വലത്തുനിന്ന് തേർഡ് നമ്പർ എടുക്കാൻ പറ്റും. 4 ഉള്ളെങ്കിൽ പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇടത്തെ അറ്റത്തെ നമ്പർ എടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ നമ്പറും എടുത്ത് അത് എവിടെയെങ്കിലും 0 ആണെങ്കിൽ, ഡിജിറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ കണ്ടെയ്ൻ 0 ട്രൂ ആക്കും. പിന്നെ 0 to 9 ഗ്രേറ്റർ ദാൻ 0-ക്കുള്ളിൽ 1 മുതൽ 9 വരെയുള്ള സംഖ്യയിൽ 0 ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പ്രസക്തിയില്ല, അതുകൊണ്ട് അത് 0 ആക്കി. നം ഈക്വൽ ടു 0. അപ്പോ ഇവിടെ ഫംഗ്ഷൻ നോക്കാൻ കണ്ടെയ്ൻ 0 ട്രൂ ആകും എപ്പോഴാ, ഡിജിറ്റ് ഈക്വൽ ടു 0 ആകുമ്പോൾ തൊട്ട് മുകളിൽ അത് ഫസ്റ്റ് ഡിജിറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ലീഡിങ് 0 നമ്മൾ ഒഴിവാക്കിയല്ലോ ഇവിടെ വെച്ച്. ആ 2 കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ട്രൂ ആണെന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും. നമ്മൾ സാധാരണ റിട്ടേൺ ചെയ്യുന്ന പോലെ ഒറ്റ വാല്യൂ ആണ്, ഇവിടെ 2 വാല്യൂ ആണ്. പക്ഷെ ആൻഡ് ഇട്ട് ക്ലബ് ചെയ്തിട്ടില്ല. ആ 2 ആൻഡും ട്രൂ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ഏതെങ്കിലും ഒന്ന് ഫാൾസോ മൊത്തം ഫാൾസോ ആണെങ്കിൽ അത് ഫാൾസ് റിട്ടേൺ ചെയ്യും. അപ്പൊ ഇതാണ് ആ പ്രോഗ്രാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, കമന്റ് ചെയ്യാം, വാട്സപ്പിലിടാം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.